ഹലോ, നെജ്വാസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴയ ഒരു ഷർട്ട് കൊണ്ട്, വെള്ള ഷർട്ട് കൊണ്ട് നമ്മൾ അടിപൊളി ഒരു റൗണ്ട് സ്റ്റിച്ച് ബ്രായാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മെഷർമെൻറ്റൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ബ്രാ ഇതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. റൗണ്ട് സ്റ്റിച്ച് ബ്രായാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഷർട്ടിൻ്റെ കോളർ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 38 സൈസുള്ള ബ്രാൻ്റെ ഒരു മെഷർമെൻറ്റാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എത്രയാണോ നമ്മുടെ ബ്രാൻ്റെ സൈസ് അത് ഡിവൈഡഡ് ബൈ 4. 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 9.5 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തും ഉള്ള 4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഷർട്ട് ഒന്ന് നന്നായി വിരിച്ചതിന് ശേഷം അടിഭാഗം ഒന്ന് കറക്റ്റ് ലൈനാക്കി കൊടുക്കുക. അതിനുശേഷം 9.5 ഇഞ്ച് ലെങ്ത്തും 9.5 ഇഞ്ച് വിഡ്ത്തും ഉള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ 9.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. 9.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 വശത്തും ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2 പീസ് ഉണ്ട്. ഇനി ഇതുപോലത്തെ 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. മൊത്തം 4 പീസ് ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു പീസ് എടുത്ത് ക്രോസായി ഫോൾഡ് ചെയ്യാം. വീണ്ടും ഒന്നും കൂടി ക്രോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഇത് ക്രോസായി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇരുവശത്തുമായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ സെൻറ്റർ പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്നും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് മാർക്ക് ചെയ്തത് ഒരു ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ 1 ഇഞ്ചിൽ നിന്ന് താഴെ 1 ഇഞ്ചിലേക്ക് ഫ്രഞ്ച് കർവ് വെച്ച് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് താഴേക്ക് ഒരു ലൈനായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി മുകളിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്നും താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് നമ്മളൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ കപ്പിൻ്റെ മുകളിലത്തെ പീസാണ്. ഇനി ഇതിൻ്റെ താഴേക്കൊരു പീസും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിൽ നിന്ന് ഒരെണ്ണം കൂടെ എടുക്കാം. ഇനി ഇത് ഒന്ന് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്തതിൻ്റെ ഓപ്പൺ ആയ ഭാഗത്ത് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കറക്റ്റ് ലെവൽ ചെയ്ത് ഒന്ന് ലൈൻ വരച്ചു കൊടുത്തു. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതും ഇതുപോലെ ലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു.
ഇനി ഫോൾഡ് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മുകളിൽ നിന്ന് താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോർഷനിൽ നിന്നും നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് 2 പീസുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് 2 പീസും കിട്ടിയിട്ടുള്ളത്. ഇത് 1 കപ്പിൻ്റെ പീസാണ്. ഇനി ഇതുപോലെ നമുക്ക് 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ 2 കപ്പിന് വേണ്ടിയുള്ള പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ പീസും സെൻറ്റർ പോയിൻ്റ് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഓരോ കട്ട് കൊടുക്കുക. അതുപോലെ തന്നെ താഴത്തെ പീസിനും നമ്മൾ സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ശേഷം ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ 2 പീസും കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആദ്യം ഈ 2 കപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ മുകളിലത്തെ പീസും താഴത്തെ പീസും സെൻറ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് രണ്ടും കൂടെ യോജിപ്പിച്ച് പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സെൻറ്റർ പോർഷൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഇത് സെൻറ്റർ ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് 2 സൈഡിലും നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത കപ്പും ഇതുപോലെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം 2 സൈഡിലുമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് പതിച്ച് തയ്ക്കേണ്ടത്. ഇനി ഈ 2 കപ്പും കൂടെ ഈ 2 ജോയിൻറ്റും ഒരുമിച്ച് വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിങ് ലൈന് എപ്പോഴും കറക്റ്റാക്കി വെക്കണം. ഇതുപോലെ ഇതിപ്പോൾ ഞാൻ 2ഉം കൂടെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് പതിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ 2 സൈഡിൽ കൂടെയും നമ്മൾ കപ്പിൻ്റെ സെൻറ്റർ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി 2 ഇഞ്ച് വീതിയുള്ള ഇതുപോലെ ഒരു പട്ട ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതൊരു പടിയായിട്ട് മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പടിയായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ പടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക് ഇടാണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിനേക്കാളും ഒരു 3 ഇഞ്ച് കുറവായിട്ടാണ് ഞാൻ ഈ ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലേക്കും ഉള്ള നമ്മൾ ഹുക്ക് വെക്കുന്ന 2 പടികൾ വെക്കാനുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രാപ്പ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് ചതുരത്തിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു റെഡിമെയ്ഡ് ബ്രാൻഡ് ഒരു സൈസ് മെഷർ ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ.
ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മളുടെ കപ്പിൻ്റെ സൈഡിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത്രയും വീതിയിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹുക്ക് വെക്കുന്ന ഭാഗം നമ്മുടെ ബ്ലൗസിൻ്റെ ഹുക്ക് വെക്കുന്ന പോലുള്ള ഇതാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ 3 ഹുക്ക് വെക്കാനുള്ള ഒരു പോർഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ബ്ലൗസിൻ്റെ ഹുക്ക് വെക്കും പോലെ നമുക്ക് വെക്കാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് സ്റ്റൈലിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടിഭാഗം മടക്കി തയ്ച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ഇവിടെ ഇതിനോട് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികെല്ലാം ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഇവിടുന്ന് ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്രോസ് പീസ് ഇട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ അരിക് മടക്കി തയ്ച്ച് എടുക്കാം. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇലാസ്റ്റിക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക് കൊണ്ട് തന്നെ നമുക്ക് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഫാബ്രിക് കൊണ്ട് തന്നെ ഡയറക്റ്റ് വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് ഹുക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. ഇതിൻ്റെ കപ്പിൽ ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ ഞാൻ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതില്ലാണ്ട് തന്നെ നമുക്ക് ഇത് കറക്റ്റ് ഫിറ്റിങ്ങിൽ ഇരിക്കും. ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫിറ്റിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു സ്പൈറൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഴയ ഷർട്ട് കൊണ്ടുള്ള നമ്മുടെ റൗണ്ട് സ്റ്റിച്ച് ബ്രാ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.